ഇപ്പോൾ കാട്ടാന കിണറ്റിൽ വീണ കോതമംഗലം കോട്ടപ്പടിയിൽ ആനയെ ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം ദുരിതമായ പ്രയാണത്തിന് പിന്നാലെ ഇപ്പോൾ അത് കരക്ക് കയറ്റിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ജനരോഷം അവിടെ ഉയർന്നിരുന്നു. ജനവാസ മേഖലയിൽ കൃഷി നശിപ്പിക്കാനടക്കം ഇത്തരത്തിൽ കാട്ടാനകൾ ഇറങ്ങുന്നതിൽ ജനരോഷം ഉയർന്നിരുന്നു. MLA അടക്കം നേരിട്ട് രംഗത്തെത്തിയ വിഷയം കൂടിയാണ്. ഇപ്പോൾ ഇതാ കാട്ടാനയെ മണിക്കൂറുകൾക്ക് ശേഷം ഈ പറയുന്ന കിണറ്റിൽ നിന്ന് എടുത്തിരിക്കുന്നു, കരകയറ്റിയിരിക്കുന്നു. വനം വകുപ്പിന്റെയും RRT സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ത്വരിതമായ ശ്രമത്തിലൂടെയാണ്, വലിയ പരിശ്രമത്തിലൂടെയാണ് ഇപ്പോൾ ആനയെ കിണർ കയറ്റിയിരിക്കുന്നത്. റാഫി കരീം ചെയ്തു. റാഫി, എന്താണ് വിവരങ്ങൾ? ആനയെ എങ്ങോട്ടാണ് ഇനി മാറ്റുന്നത്? നീണ്ട നേരത്തെ ഒടുവിൽ ആനയെ കരക്ക് കയറ്റിയിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് കിണറിടിച്ച് ആനയെ കരയിലേക്ക് കയറ്റിയത്. വളരെ വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. കാരണം മണിക്കൂറുകൾ നീണ്ടുനിന്ന ശ്രമമായിരുന്നു. രാവിലെ 7 മണിക്കാണ് ഈ വിവരം വനം വകുപ്പ് അറിയുന്നതും ആനയെ കരക്ക് കയറ്റാനുള്ള ശ്രമം ആദ്യം ആരംഭിക്കുന്നതും. പിന്നീട് ഈ ആനയെ കരക്ക് കയറ്റുന്ന ശ്രമം വനം വകുപ്പിന് നിർത്തിവെക്കേണ്ടി വന്നു. 2 തവണയാണ് വനം വകുപ്പ് ഈ ശ്രമം നിർത്തിവെച്ചത്. ആദ്യം വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തെ തുടർന്നായിരുന്നു നിർത്തിവെച്ചത്. പിന്നീട് വീട്ടുകാരെ അനുനയിപ്പിച്ച് ഈ ശ്രമം വനം വകുപ്പ് പുനരാരംഭിച്ചു. ഇതിനുശേഷം ആന്റണി ജോൺ MLA നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ ജനപ്രതിനിധികളും ഒപ്പം തന്നെ നാട്ടുകാരും വീണ്ടും പ്രതിഷേധം ആരംഭിച്ചു. അതിനുശേഷമാണ് 11:30യോടുകൂടി കളക്ടർ എത്തി പ്രശ്നം പരിഹരിച്ച് ഈ ദൗത്യം പുനരാരംഭിച്ചത്. ഏകദേശം 3 മണിക്കൂറുകൾ നീണ്ടുനിന്ന ദൗത്യത്തിനൊടുവിൽ തിട്ട പൂർണ്ണമായും ഇടിച്ച് ആനയെ കരക്കെത്തിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഈ തിട്ട പൂർണ്ണമായി ഇടിച്ചതിനു ശേഷവും ആനയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആനയുടെ പിൻകാലിൽ ചെറിയ പരിക്കുള്ളത് കൊണ്ട് ആനയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ മണ്ണുമാന്ത്രി യന്ത്രം ഉപയോഗിച്ച് ആനയുടെ പിൻകാലിൽ ഒരു സപ്പോർട്ട് കൊടുത്താണ് ആനയെ പുറത്തേക്ക് എത്തിച്ചത്. എന്തായാലും ഈ ആന ഈ വീണ കുഴിയുടെ സമീപത്ത് തന്നെ ഒരു 700 മീറ്റർ അപ്പുറം ഫോറസ്റ്റ് ആണ്. ഈ ഫോറസ്റ്റിലേക്ക് ഇപ്പോൾ കയറിയിട്ടുണ്ട്. എന്തായാലും ഈ വളരെയധികം ക്രമീകരണങ്ങൾ, മുൻകരുതലുകൾ വനം വകുപ്പ് സ്വീകരിച്ചിരുന്നു. കാരണം 14 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു ആനയാണ്. ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. നല്ല ആരോഗ്യമുള്ള ഒരു ആനയാണ്. അതുകൊണ്ട് തന്നെ ഈ ആന പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം എങ്ങോട്ട് നീങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അത് മുൻകരുതലുകളുടെ ഭാഗമായി 144 നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചായിരുന്നു മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ടുനിന്ന ദൗത്യത്തിനൊടുവിൽ ആന കിണറിൽ നിന്ന് പുറത്തേക്ക് എത്തിയപ്പോൾ കാട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഈ ജനവാസ മേഖലയിൽ നിന്ന് ഏകദേശം 700 മീറ്ററിനപ്പുറത്തേക്ക് ഈ കാട്ടിലേക്കാണ് ആന പോയിരിക്കുന്നത്. കോടനാട് മലയാറ്റൂർ വനമേഖലയാണത്. ആ വനമേഖലയിലേക്കാണ് ആന കടന്നിരിക്കുന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആനയെ ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഡോക്ടർമാരും അടക്കമുള്ള ഒരു സംഘം നിരീക്ഷിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം ഇവർ ആനയോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരീക്ഷണങ്ങൾക്ക് ശേഷമായിരിക്കും ഈ ആനയെ പൂർണ്ണമായും കാട്ടിലേക്ക് കയറ്റി വിടുക. ഈ ആനയെ റീലൊക്കേറ്റ് ചെയ്യണമെന്നൊരു ആവശ്യം. ഞാൻ തിരികെ വരാം. ലാൽ കൃഷ്ണ കൂടി ചേർന്നു. ലാല്, സമീപത്തെ വനപ്രദേശമാണ്. അവിടെ ഇത്തരത്തിൽ കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമാണ് നാട്ടുകാരടക്കം പറയുന്നു. ഇതിനിടയിൽ അവരുടെ ആരോപണമടക്കം ഉയർന്നതിനിടെയാണ് ഇപ്പോൾ ഈ സ്വകാര്യ പറമ്പിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണിരിക്കുന്നത്. ആ കിണർ തന്നെ ഏതാണ്ട് പൂർണ്ണമായി ഇടിച്ചാണ് ഇപ്പോൾ ആനയെ പുറത്തെടുത്തിരിക്കുന്നത്. ജനവികാരം അടങ്ങിയിട്ടുണ്ടോ? നിലവിൽ എന്താണ് അവിടുത്തെ തൽസ്ഥിതി? ആനയെ വനം വകുപ്പ് കാട്ടിലേക്ക് തന്നെ തിരികെ കയറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. റേഡിയോ അടക്കം ഇതിന്റെ ദിശ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? ലാൽ, എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? സുഹേൽ, നമ്മൾ ഈ കാണുന്നതാണ് കിണറിന് തൊട്ട് മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം 12 അടിയോളം താഴ്ച ഉണ്ടായിരുന്നൊരു കിണറാണ്. ഈ കിണറിലേക്കാണ് പുലർച്ചയോടുകൂടി കാട്ടാന വന്ന് വീണത്. ഏറെ മണിക്കൂറുകൾ നീണ്ട ശ്രമഫലത്തിനൊടുവിലാണ് കാട്ടാനയെ ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടി ഉള്ള പരിപാടികളെല്ലാം പൂർത്തിയായത്. അതായത് കിണർ പൂർണ്ണമായും തകർത്തുകൊണ്ട് JCB കൊണ്ട് മാറ്റിയതിന് ശേഷമാണ് കാട്ടാനയെ പുറത്തേക്ക് കടത്താൻ നോക്കിയത്. ആദ്യഘട്ടത്തിൽ പോലും കാട്ടാന പുറത്തേക്ക് വരാൻ തയ്യാറായതുമില്ല. പിന്നാലെ നാട്ടുകാരും അതോടൊപ്പം തന്നെ വനപാലകരും ചേർന്ന് പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും ആനയെ പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആനയെ പുറത്തേക്ക് മാറ്റാൻ സാധിച്ചത്. ഇത് ഈ ഭാഗത്തൊരു ഒറ്റപ്പെട്ട സംഭവം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം സ്ഥിരമായിട്ട് ഈ പ്രദേശത്ത് കാട്ടാനയുടെ ശല്യമുണ്ട്, വന്യജീവികളുടെ ആക്രമണമുണ്ട്, ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇത് പലകുറി വനം വകുപ്പിൻ്റെയും അധികൃതരുടെയും അടുത്ത് അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ എല്ലാ തവണയും പ്രതിഷേധിക്കാമെന്നുള്ളതല്ലാണ്ട് അതിനൊരു പരിഹാരം കാണാനുള്ളൊരു പോംവഴിയോ മറ്റു കാര്യങ്ങളോ അധികൃതരുടെ ഭാഗത്തുനിന്ന് പോലും ഇവിടെ ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. ഇത്തരം പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ആശ്വാസവാക്ക് പറഞ്ഞിട്ട് പോകും. നമുക്കൊരു പക്ഷേ ഈ പരിസരത്ത് തന്നെ എടുത്താൽ ഇതുപോലെ കുറേ കിണറുകൾ കാണാൻ കഴിയും. ആന വീണിട്ട് ആനയെ രക്ഷിക്കാൻ വേണ്ടി തോണ്ടിയെടുത്ത് നശിപ്പിച്ച് കളഞ്ഞ കിണറുകൾ. നഷ്ടപരിഹാരം എന്ന് പറയുന്നത് പലപ്പോഴും പറയാറുണ്ട് എങ്കിൽ പോലും അത് ആർക്കും ലഭിച്ചതായൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ആർക്കും ഇതുവരെ കിട്ടിയിട്ടുമില്ല. എവിടെയാണ് വീട്? എവിടെയാണ്? എൻ്റെ വീട് ഇത് തന്നെയാണ്. ഇത് ആന വീണ എപ്പോഴാണ് അറിഞ്ഞേ? രാവിലെ അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മൊത്തം ഈ കിണർ നേരത്തെ ഉപയോഗിച്ചുകൊണ്ട് കിണർ തന്നെയാ? കുടിക്കണ വെള്ളം. ഇനിയിപ്പോൾ എന്നാ ചെയ്യും?
അപ്പോൾ ഇവർ നന്നാക്കി തരാമെന്നല്ല, അവർ 1 ലക്ഷം രൂപയുടെ ചെക്ക് നാളെ തരാമെന്ന് പറഞ്ഞേക്കണം. ശരി വിവരം ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഉറപ്പ് പറഞ്ഞിട്ടാണ് പോയത്? ഉറപ്പ് അവർ പറഞ്ഞിട്ടുണ്ട്, നാളെ ചെക്ക് ഇവിടെ കൊണ്ട് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈ ഭാഗത്ത് കാട്ടാനൊക്കെ ഇവിടെ 2-3 പ്രാവശ്യം വന്നു. ഞങ്ങളുടെ എവിടെ ഒരു തെങ്ങൻ തൈ നിന്നു, അത് കളഞ്ഞു. ഇപ്പം അവിടെ നിന്ന് ഒരു തെങ്ങൻ തൈ കളഞ്ഞു, ഈ നിൽക്കുന്ന തെങ്ങൻ തൈ ഇപ്പം തന്ന് കളഞ്ഞു. അതിനു മുമ്പ് ഞങ്ങളുടെ ഈ പറമ്പിൽ ഒന്ന് അടയ്ക്കാമരം മറിച്ച് അടിച്ചു, എല്ലാം ഞങ്ങളുടെ നശിപ്പിച്ചു. പിന്നെ ഞങ്ങളുടെ മുറ്റത്ത് 2 പ്രാവശ്യമായിട്ട് വന്ന് 2 വാഴ വലിച്ചു പറിച്ചു കൊണ്ടുപോയി. സ്ഥിരമായിട്ട് ഇവിടെ വന്നതാ. അപ്പൊ അത് ആദ്യം വന്നുകൊണ്ടിരുന്നപ്പോഴൊക്കെ നമ്മൾ പരാതി പറഞ്ഞായിരുന്നു? പരാതി പറഞ്ഞു. വനത്തിലെ വാച്ചറെ വിളിച്ചുകൊണ്ടുവന്ന് കണ്ടു, വാച്ചർ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടുപോയി. ഇതിന് പൈസ കിട്ടും ചേച്ചി എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് വരെ 10 പൈസ പോലും കിട്ടിയിട്ടില്ല. എൻ്റെ പേര് മേരി. മേരി ചേച്ചിയുടെ പറമ്പാണ്, മേരി ചേച്ചിയുടെ കിണറാണ്. ഈ കിണറിൽ ഈ പരിസരത്ത് സ്ഥിരമായിട്ട് ആന വരുന്നതിൻ്റെ കാര്യം തന്നെയാണ് ചേച്ചി പറഞ്ഞത്. അതായത് വാച്ചർമാർ വന്ന്, ഫോറസ്റ്റുകാർ വന്ന് പരിശോധിച്ചിട്ട് പോകാറൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെ അവർക്കൊരു ഗുണം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ശല്യത്തിൽ നിന്നൊരു പരിഹാരമോ അല്ലെങ്കിൽ ഇതിനൊരു നഷ്ടപരിഹാരമോ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത്. നമ്മൾ ഇതിനോട് അടുത്ത് തന്നെ കിടക്കുന്ന പ്രദേശമാണ് ഈ പൂയംകുട്ടി എന്ന് പറയുന്ന പ്ലാമുടി എന്ന് പറയുന്ന മേഖലയൊക്കെ. ഈ പ്ലാമുടിയിലൊക്കെ ആളുകൾ സ്ഥലം പൂർണ്ണമായിട്ടും വനം വകുപ്പിന് എഴുതി കൊടുത്ത നാട് വിടുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. അവിടെ ആൾതാമസമുള്ള വീടുകളാണ് വനം വകുപ്പിന് എഴുതി കൊടുത്തിട്ട് അവിടെ നിന്ന് നാട് വിട്ട് മറ്റിടങ്ങളിലേക്ക് ചേക്കേറിപ്പോയത്. അവർക്കും ഇപ്പോഴും പണം കിട്ടാത്തവരുണ്ട്, അതിൻ്റെ നഷ്ടങ്ങൾ നികത്താത്തവരുണ്ട്. നിങ്ങളെല്ലാം ഈ പ്രദേശത്ത് തന്നെ ഉള്ളവരാണോ? അപ്പോൾ സ്ഥിരമായിട്ട് ഈ ആനയുടെ ശല്യമുള്ള? ആനയുടെ പ്രശ്നം സ്ഥിരമായിട്ടുള്ളതാണ് ഇവിടെ. ഇതിപ്പോൾ നമ്മുടെ ഈ വർഷം തന്നെ അല്ലെങ്കിൽ ഒരു 1.5 വർഷത്തിനുള്ളിൽ 4 ഇടത്താണ് ആന ചാടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് വനം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിരവധി പ്രാവശ്യം DFOനെ നേരിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫെൻസിങ്ങിൻ്റെ പണി അത് കൊട്ടേഷനൊക്കെ എടുക്കുകയും തുക അനുവദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും അതൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ തുടങ്ങിയ ഫെൻസിങ്ങിൻ്റെ പണി ഏകദേശം ഒരു 10% വരെ പൂർത്തീകരിച്ച് നിർത്തിവെക്കുന്ന അവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ ഇനി തുടർന്നുള്ള വനം മരങ്ങൾ മുറിച്ച് പോയെങ്കിൽ മാത്രമാണ് ഫെൻസിങ് ഇടാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ആ സമയത്ത് ആനകൾ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും. ഇപ്പോൾ അതുകൊണ്ട് അവിടെ കുറേ അധികം ഭാഗം വരെ ഫെൻസിങ് ഇട്ട് നിർത്തിയേക്കാണ്. അപ്പോൾ അതിനുശേഷമുള്ള ഈ ഭാഗത്തേക്ക് ആണ് സ്ഥിരം ആനകൾ വരുന്നത്. അത് ആനയുടെ സ്ഥിരം റൂട്ട് തന്നെ. ആനത്താര എന്നൊക്കെ പറയുന്നത് ഈ പോകുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഉള്ളത്. അത് എല്ലാ ദിവസവും ഒരു പ്രശ്നങ്ങളാണ്. ഇതിലൂടെ മാത്രമല്ല, ഈ ജനങ്ങൾക്ക് ഇത് മാത്രമല്ല, ഈ രാവിലെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ രാത്രികളുടെ കാലങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവർ പല പ്രാവശ്യവും ആനകളെ വഴിയിൽ വെച്ച് കാണുന്നതും ഈ വണ്ടി ഇട്ട് ഓടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അങ്ങനെ കണ്ട് പരിഭ്രമിച്ച് നിൽക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വാർത്താ സംഘം തന്നെ പലപ്പോഴും ഇവിടെ വാർത്ത ചെയ്തപ്പോൾ അവർ പറഞ്ഞാണ് 7 മണി കഴിഞ്ഞാൽ വടക്കം ഭാഗം വാവേലി ഭാഗത്തേക്ക് ഒരു ഓട്ടോറിക്ഷ പോലും വരാൻ തയ്യാറാകില്ല. അത്തരത്തിലുള്ളൊരു അവസ്ഥയാണ് ഇവർക്കുള്ളത് എന്ന് പറയാറുണ്ട്. കാരണം അത്രയധികം കാട്ടാനയുടെ ശല്യം നിലനിൽക്കുന്നൊരു മേഖലയാണ്. ചിലപ്പോൾ ഒരു വളവ് തിരിഞ്ഞു വരുമ്പോൾ മുന്നിൽ കാട്ടാനയെ കാണുന്ന സാഹചര്യം ഈ പ്രദേശത്തുള്ളവർക്കുണ്ട്. വാവേലി ഭാഗത്തൊരു സോളാർ ഫെൻസിങ് ഉണ്ടായിരുന്നൊരു പ്രദേശമാണ്. ആ സോളാർ ഫെൻസിങ് നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വനം വകുപ്പ് പൂർണ്ണമായിട്ടും നീക്കം ചെയ്താണ്. മരം വെട്ടി വൃത്തിയുള്ള രീതിയിൽ ഹാങ്ങിങ് ഫെൻസിങ് വെച്ച് തരാം എന്നൊരു ഉറപ്പിൻ്റെ പുറത്തായിരുന്നു അന്ന് അത് നീക്കം ചെയ്തത്. പക്ഷേ ആ പ്രഖ്യാപനമായി തന്നെ നിലനിൽക്കുകയാണ്. ഏകദേശം 1 കൊല്ലമായിട്ട് ആ പ്രദേശത്ത് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ അവിടെ ആനത്താരിയായി തന്നെ മാറിയിട്ടുണ്ട്. അതായത് ജനവാസ മേഖലയിലേക്ക് ആന എത്തുന്ന സ്ഥിരം സംഭവമായി മാറിയിട്ടുണ്ട്. ആ പ്രദേശവാസികൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ ശാശ്വതമായൊരു പരിഹാരമോ ഉണ്ടാകുന്നില്ല. ഇന്ന് ഈ സംഭവം ഉണ്ടായ സമയത്ത് നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. കോതമംഗലം MLA ആന്റണി ജോൺ അടക്കമുള്ളവർ ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമാവുകയും ജില്ലാ കളക്ടർ നേരിട്ടെത്തി ഈ പ്രശ്നത്തിന് പരിഹാരം പറയണം എന്നൊരാവശ്യവും ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങി അങ്ങ് പോകുന്നതാണ് ഈ ഭാഗത്ത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച ഇതേ പ്രദേശത്ത് ഒരു കാട്ടാന ശല്യം ഉണ്ടെന്ന് പറഞ്ഞ് വന്നാൽ പോലും നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വീണ്ടും ജനകീയ പ്രതിഷേധവും കാട്ടാനയുടെ ആക്രമണവും വാഗ്ദാനങ്ങളുടെ പെരുമഴിയുമെല്ലാം ആകും. പക്ഷേ എന്താണ് ഇതിനൊരു പരിഹാരം? ഈ പ്രദേശത്ത് കാട്ടാന മാത്രമല്ല ഒരു ശല്യം എന്നുള്ള പറയണം. പുലി അടക്കമുള്ള ജീവികൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്, കരടി വന്നിട്ടുണ്ട്, കാട്ടുപന്നിയുടെ ആക്രമണമുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുന്നൊരു പ്രദേശമാണ്. ഒരു 10 കൊല്ലം മുമ്പ് വരെ ഈ നാട്ടുകാർക്കും ഇത് വലിയ കേട്ടുകേൾവിയുള്ള സംഭവങ്ങളൊന്നും ആയിരുന്നില്ല. വായിച്ചറിഞ്ഞ കഥകൾ മാത്രമായിരുന്നു. മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനാണ് അതിനപ്പുറത്ത്. അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ജീവികൾ വലിയ രീതിയിൽ വരുന്നത്. മഴക്കാലത്ത് പോലും, വേനൽക്കാലത്ത് ഈ ഭക്ഷണം കിട്ടാതെ അല്ലെങ്കിൽ വെള്ളമില്ലാതെ വരുന്നതാണ് എന്നൊരു ന്യായീകരണമെങ്കിൽ പറയാം. പക്ഷേ മഴക്കാലത്ത് പോലും വന്യജീവികളുടെ ആക്രമണം കോട്ടപ്പടി പ്ലാമുടി മേഖലകളിൽ വളരെ രീതിയിൽ, ഈ വടക്കം ഭാഗം മേഖലയിലെല്ലാം വളരെ ശക്തമായി തന്നെ തുടരുന്നുണ്ട് എന്നുള്ളത് ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്.